ആസ്ക് യുവർ മെൻറ്ററിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെയാണ് നമ്മുടെ +1 അക്കൗണ്ടൻസി എക്സാമിനേഷൻ. എല്ലാ ചാപ്റ്റേഴ്സും നല്ല വ്യക്തമായി പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അറ്റ്ലീസ്റ്റ് നിങ്ങൾ വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റേഴ്സ്, അതായത് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്റർ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ, അതേപോലെ തന്നെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ട്രയൽ ബാലൻസ്, റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2 തുടങ്ങിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ചാപ്റ്റേഴ്സ്, ക്വസ്റ്റ്യൻ ഷുവറായിട്ട് വരുന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്തായാലും ക്ലിയർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ, അതായത് നമ്മുടെ അക്കൗണ്ടൻസി പേപ്പറിൽ, ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമാണ് നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ഭാഗങ്ങളും ഞാൻ പറഞ്ഞുതരാം. ആ ഏരിയ നല്ല രീതിയിൽ പഠിച്ചു വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു A ഗ്രേഡ് അല്ലെങ്കിൽ A+ലേക്ക് നിങ്ങളുടെ സ്കോർ കൊണ്ടുപോകാൻ പറ്റും. ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത്, ഇതിൽ ഒരു 8-9 മാർക്ക് നമുക്ക് ഫ്രീ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ആ ചാനൽ കയറി കഴിഞ്ഞാൽ ആ ഷോർട്സ് കാണാൻ പറ്റും. അതിലൊന്നാമത്തെ ഏരിയ ആണ് ജേണൽ പ്രോപ്പറിൻ്റെ ക്വസ്റ്റ്യൻ. അങ്ങനെ ഒരു ചോദ്യം ഇങ്ങനെയാണ് വരുന്നത്: റൈറ്റ് എനി 2 ട്രാൻസാക്ഷൻസ് വിച്ച് ക്യാൻ ബി റെക്കോർഡഡ് ഇൻ ജേണൽ പ്രോപ്പർ. ജേണൽ പ്രോപ്പറിൽ എഴുതാൻ പറ്റുന്ന 2 ട്രാൻസാക്ഷൻ എഴുതുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കാണാൻ പറ്റും. റെക്ടിഫിക്കേഷൻ എൻട്രി എഴുതുക എന്ന് പറയുന്ന മറ്റൊരു ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന ചോദ്യമാണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ഉത്തരം. കാരണം ജേണൽ പ്രോപ്പറിൽ നമുക്കറിയാം, ജേണൽ പ്രോപ്പർ ഒന്ന് വിശദീകരിക്കാം. ജേണൽ പ്രോപ്പർ എന്ന് പറയുന്നത് ബാക്കി നമുക്കറിയുന്ന ഒരു സ്പെഷ്യൽ ജേണലാണ്, അതല്ലേ? ജേണൽ പ്രോപ്പർ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ജേണലാണ്. ക്യാഷ് ബുക്കിലും പർച്ചേസ് ബുക്കിലും പർച്ചേസ് റിട്ടേൺ ബുക്കിലും സെയിൽ ബുക്കിലും സെയിൽ റിട്ടേൺ ബുക്കിലും ഒന്നും എഴുതാൻ പറ്റാത്ത ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന എവിടെയാണ്? ജേണൽ പ്രോപ്പറിലാണ്. അപ്പോൾ അവിടെ റെക്കോർഡ് ചെയ്യുന്ന എൻട്രീസ് എന്തൊക്കെയാണ്? റെക്ടിഫിക്കേഷൻ എൻട്രി, അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി, അതുപോലെ തന്നെ ക്ലോസിംഗ് എൻട്രി, ഓപ്പണിംഗ് എൻട്രി തുടങ്ങിയിട്ടുള്ള എല്ലാ എൻട്രീസും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഈ പറയുന്ന ജേണൽ പ്രോപ്പറിലാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്, ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ്. ജേണൽ പ്രോപ്പറിലാണ് ഈ പറയുന്ന റെക്ടിഫിക്കേഷൻ എൻട്രി റെക്കോർഡ് ചെയ്യുന്നത്. സോ ആ റെക്ടിഫിക്കേഷൻ്റെ ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാം? അതിൻ്റെ ചോദ്യമാണ് ഈ ജേണൽ പ്രോപ്പറിൽ എഴുതുന്ന ട്രാൻസാക്ഷൻസിൻ്റെ ഉത്തരമായിട്ട് കാണിക്കേണ്ടത്. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഏരിയ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് BRS വരുന്ന ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ ആകപ്പാടെ വരുന്ന ഒരു തിയറി ഏരിയയാണ്. സ്റ്റേറ്റ് ദ കോസസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ബാങ്ക് പാസ്ബുക്ക് ആൻഡ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കും പാസ്ബുക്കും യോജിക്കാത്തതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അവിടെ പല പിള്ളേരും തെറ്റിപ്പോകുന്നൊരു ഏരിയയാണ്. അതായത് അവർ എഴുതി വെക്കുന്നത് ക്യാഷ് ബുക്കും പാസ്ബുക്കും തമ്മിലുള്ള ഡിഫറൻസ് ഒരു ബോക്സൊക്കെ വരച്ചിട്ട് ഒരു ടേബിൾ ഫോർമാറ്റിൽ എഴുതി വെക്കും. അതല്ല അതിൻ്റെ ഉത്തരം. അത് മനസ്സിലാക്കാത്തത് കൊണ്ട് എഴുതുന്നതാണ്. അങ്ങനെ ഒരിക്കലും എഴുതി വെക്കരുത്. അതിൻ്റെ ഉത്തരം എവിടെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ചോദ്യം ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. ഇങ്ങനെയൊരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ, കോസസ് ഓഫ് ഡിഫറൻസ് ഇൻ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക് എന്ന് പറയുന്ന ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓട്ടോമാറ്റിക്കലി വേഗം പോയിട്ട് ഇതിന് ഉത്തരം അറിയില്ല എന്നുണ്ടെങ്കിൽ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രോബ്ലം ചോദ്യം എടുക്കുക. പ്രോബ്ലം ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിരിക്കുന്ന ആ ക്വസ്റ്റ്യൻ ആണ്. അതായത് ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് ക്ലിയർഡ് ബൈ ബാങ്ക്, ചെക്ക് issued but not presented for payment, direct payment by the customer into the bank, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഓവർഡ്രാഫ്റ്റ് ഡെബിറ്റഡ് ബൈ ബാങ്ക്, ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ഇൻ ടു ദ ബാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ആ ഒരു ഏരിയയാണ്. അതാണ് കോസസ്. ടൈംലി ഡിഫറൻസ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അപ്പം ആ ഒരു രണ്ടാമത്തെ ചോദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക്കലി 15 മിനിറ്റ് കിട്ടുമ്പോൾ ഈ പറയുന്ന ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും അതിലുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ട്രയൽ ബാലൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു ചോദ്യം ഉണ്ടാവാം. 4 മാർക്കിനോ 3 മാർക്കിനോ അത് ചോദിക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓട്ടോമാറ്റിക്കലി അത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എന്ത്? ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ പല പിള്ളേർക്കും അറിയില്ല, അല്ലേ? അതിൽ നമുക്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ എന്നൊന്നും ആർക്കും ഇതേവരെ ഒരു ഐഡിയ ഇല്ല. അത് സാധാരണ പിള്ളേർ ചെയ്യുകയെന്ന് വെച്ചാൽ ക്രെഡിറ്റിൽ എഴുതും, എന്നിട്ട് ഓരോ ഐറ്റം എന്ത് ചെയ്യും? നിരത്തി എഴുതിയിട്ട് അവർക്ക് അറിയാവുന്ന പോലെ ഡെബിറ്റിലോ ക്രെഡിറ്റിലോ എഴുതിയിട്ട് അതൊന്ന് മാച്ച് ചെയ്യാവുന്ന രീതിയിൽ അവർ സെറ്റ് ചെയ്യും. 2 ഭാഗവും ഈക്വൽ ആയി കഴിഞ്ഞാൽ ശരിയാണെന്നാണല്ലോ.
അപ്പം അതുകൊണ്ട് ആ രീതിയിൽ അവർ പഠിക്കാതെ തന്നെ അവർ ഏകദേശം കുറഞ്ഞ നമ്പർ ഓഫ് ഐറ്റംസ് ആണ് തന്നിട്ടുണ്ടെങ്കിൽ, കുറഞ്ഞ നമ്പർ ലെഡ്ജർ അക്കൗണ്ട്സ് ആണ് തന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയും അവർ മാച്ച് ചെയ്തെടുക്കും. അത്യാവശ്യം ഒരു ബോധമുള്ള. ഇനി തീരെ അറിയില്ല, അത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനേ അറിയില്ല, എന്താണെന്ന് പോലും അറിയാത്തവർ എന്ത് ചെയ്യാം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. അതിൽ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്, ട്രയൽ ബാലൻസ് തന്നിട്ട് ട്രേഡിങ്ങും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യാനായിരിക്കും. അപ്പോൾ അതിൽ ആ ട്രയൽ ബാലൻസ് നോക്കുക, അവിടെ ക്യാപിറ്റൽ എവിടെയാണ് എഴുതിയിരിക്കുന്നത് നോക്കുക, ഡ്രോയിങ്സ് എവിടെയാണ് എഴുതിയിരിക്കുന്നത് നോക്കുക, പർച്ചേസ് എവിടെയാണ്, സെയിൽ എവിടെയാണ്, ഓരോ അക്കൗണ്ടും എവിടെയാണ്, ഏത് ഡെബിറ്റിലാണോ ക്രെഡിറ്റിലാണോ എഴുതിയിരിക്കുന്നത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഐറ്റംസ് അതിനനുസരിച്ച് എഴുതി വിട്ടാൽ മതി. ഇത് നമുക്ക് ഒരിക്കലും 100% ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ആ തന്നിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഇങ്ങോട്ട് വരണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് പഠിക്കുക എന്നുള്ളതാണ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ഇതുപോലുള്ള ഷോർട്ട് കട്ട്സ് ഒക്കെ നമുക്ക്, അല്ലെങ്കിൽ ടിപ്സോ ട്രിക്സോ ഒക്കെ ഇതിലുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അക്കൗണ്ടൻസി ആ രീതിയിലൊരു ഏകദേശം ഒരു ബോധം അല്ലെങ്കിൽ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ആൻസേഴ്സ് നമുക്ക് പിക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ് ഞാനിതിൽ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും ഉണ്ടാവുന്നത് ഏകദേശം ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഏരിയാസ് ആണ് ഞാൻ പറയുന്നത്. ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ചോദ്യം എസ് എ ക്വസ്റ്റ്യൻ ആണ്. അത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അത് CA-ക്കും AFS-നും അത് ഒരുപോലെയാണ്. CA-ക്ക് അത് 6 മാർക്കിനായിരിക്കും, AFS-ന് അത് 8 മാർക്കിനുള്ള ചോദ്യമായിരിക്കും. അപ്പം എന്തായാലും എസ് എ ക്വസ്റ്റ്യൻ ഉണ്ട് എന്നുള്ളതാണ്. അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ഷുവർ ആയിരിക്കും. അപ്പം നമുക്കത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളത് പഠിച്ചേ മതിയാവുള്ളൂ. അത് പഠിച്ചു കഴിഞ്ഞാൽ, കാരണം ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ൽ നിന്നും ഏകദേശം 10, 16, 20 മാർക്കോളം ചോദ്യം അതിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്ന ഏരിയ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇനി നിങ്ങൾ ഓപ്പണിംഗ് എൻട്രി അതുപോലെ തന്നെ ക്ലോസിംഗ് എൻട്രി ഒക്കെ ഒന്ന് നോക്കി വെക്കുക. ക്ലോസിംഗ് എൻട്രി, അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി, ആ എൻട്രികളൊക്കെ ജേണൽ എൻട്രീസ് ഒക്കെ വരും. ആ ഏരിയ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ, വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റോടുകൂടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തിയറി ഏരിയസ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇപ്രാവശ്യത്തെ മോഡൽ എക്സാമിന് ചോദിച്ചൊരു ഏരിയ ആണ് എന്ത്, ഒരു ഐറ്റം തന്നിട്ട് പ്രീപെയ്ഡ് ഇൻഷുറൻസ് തന്നിട്ട് ഇത് ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിൽ തന്നാൽ എന്താണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, എന്താണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ട്രയൽ ബാലൻസിൻ്റെ വെളിയിൽ പുറത്ത് തന്നു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇതും നിങ്ങൾ പഠിക്കേണ്ട ഏരിയ ആണ്. ഇനിയിപ്പോൾ അടുത്ത പ്രീപെയ്ഡ് ഇൻഷുറൻസിന് പകരം ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ സാലറി ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കാം, മാനേജേഴ്സ് കമ്മീഷൻ ആയിരിക്കാം, ഇൻട്രസ്റ്റ് ഓൺ എന്തും ആയിരിക്കാം. 12ഓളം അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. 12ഓളം അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ലാസ്റ്റ് ചാപ്റ്ററിലെ ഏരിയ ആണത്. അത് വൃത്തിയായിട്ടിരുന്ന് പഠിക്കുക. ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ എന്താണ് ചെയ്യേണ്ടത്, ബാലൻസ് ഷീറ്റിൽ എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ കിട്ടേണ്ട ഒരു, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ, അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു ഐറ്റം തന്നിട്ടുണ്ടെങ്കിൽ അത് 2 സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ 2 അക്കൗണ്ടിൽ അത് പ്രതിഫലിക്കും. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ക്ലോസിംഗ് സ്റ്റോക്കാണ് തരുന്നതെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മളെവിടെ കാണിക്കും, ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതി വെക്കും, ഒപ്പം ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ നമ്മൾ കാണിക്കുന്നു. ഇനി പ്രീപെയ്ഡ് ഇൻഷുറൻസ് ആണ് വരുന്നതെങ്കിൽ, പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു അസറ്റാണ്. പക്ഷേ പ്രീപെയ്ഡ് ഇൻഷുറൻസ് ട്രയൽ ബാലൻസിൻ്റെ പുറത്താണ് തരുന്നതെങ്കിൽ അത് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. എവിടെ, ഇൻഷുറൻസിൽ നിന്ന് കുറച്ച് കാണിക്കണം അല്ലേ. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഇൻഷുറൻസിന് എഴുതിയിട്ട് അതിൽ നിന്നും പ്രീപെയ്ഡ് ഇൻഷുറൻസ് കുറച്ചിട്ട് വേണം അതിൻ്റെ എമൗണ്ട് കാണിക്കാൻ. പ്ലസ് ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് അസറ്റ് സൈഡിലും കാണിച്ചിരിക്കണം. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കുക. അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു ഐറ്റം തന്നിട്ടുണ്ടെങ്കിൽ അത് ട്രേഡിങ്ങോ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലോ പ്ലസ് ബാലൻസ് ഷീറ്റിലോ അതിൻ്റെ ചേഞ്ച് റിഫ്ലക്റ്റ് ചെയ്തേ മതിയാവുള്ളൂ. അത് നമുക്ക് എവിടെയും എഴുതി വെക്കണം. ഈ 2 ഭാഗത്തും എഴുതി വെക്കണം. ഇനി ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിലാണ് തരുന്നതെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയാസിലാണ് എഴുതി വെക്കേണ്ടത്. ഇപ്പോൾ പ്രീപെയ്ഡ് ഇൻഷുറൻസ് ആണെങ്കിൽ അത് അസറ്റാണ്, ബാലൻസ് ഷീറ്റ് മാത്രം എഴുതിയാൽ മതി. ക്ലോസിംഗ് സ്റ്റോക്ക് ആണെങ്കിൽ അത് അസറ്റാണ്, ബാലൻസ് ഷീറ്റിൽ മാത്രം എഴുതിയാൽ മതി. അങ്ങനെ ഓരോന്നും നിങ്ങൾ ആ രീതിയിൽ ചെയ്യണം. പിന്നെ റെക്ടിഫിക്കേഷൻ എൻട്രി പഠിച്ചു വെക്കണം. ഞാൻ പറഞ്ഞല്ലോ, അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി പഠിക്കുന്ന പോലെ തന്നെ റെക്ടിഫിക്കേഷൻ എൻട്രി നിങ്ങൾ പഠിച്ചു വെക്കുക. റെക്ടിഫിക്കേഷൻ എൻട്രി അത് സിമ്പിളാണ്. നമുക്ക് 1-2 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് നിങ്ങൾ പഠിക്കുക. അത് സെയിം ക്വസ്റ്റ്യൻ, ഒരേ പാറ്റേണുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും വരുന്നത്. ഇതിൽ നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കാനൊന്നുമില്ല. നിങ്ങൾ കുറച്ചെണ്ണം ട്രൈ ചെയ്ത് നോക്കുക. ആ രീതിയിൽ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്, റെക്ടിഫിക്കേഷൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, അതുപോലെ തന്നെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനുള്ള ചോദ്യം വന്നേക്കാം, ഉറപ്പ് പറയാൻ പറ്റില്ല. പിന്നെ ഡബിൾ കോളം ക്യാഷ് ബുക്ക് പഠിച്ചു വെക്കുക. ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2 എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിലാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത്. അതും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ തന്നെയാണ്, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് പർച്ചേസ് ഡേ ബുക്ക്, സെയിൽ ഡേ ബുക്ക്, ഇപ്പോൾ ക്യാഷ് ബുക്കിൻ്റെ കുറേ ടൈപ്സ് അല്ലേ, സിംഗിൾ കോളം, ഡബിൾ കോളം, പെറ്റി,
ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. ജേണൽ പ്രോപ്പർ വരുന്നതും ആ ഏരിയയിൽ നിന്ന് തന്നെയാണ്. അപ്പം ഇത് നമുക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഏരിയയാണ്. ആ ചാപ്റ്റർ ക്യാഷ് ബുക്കിൻ്റെ ഏരിയ നന്നായിട്ട് പഠിച്ചു വെക്കാം. ക്രിസ്മസ് എക്സാമിന് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് തെറ്റിച്ച് തന്നിട്ട് അത് ശരിയാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിലും ട്വിസ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ആ രീതിയിൽ നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യണം. പിന്നെ വരുന്നത് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. BRS പ്രിപ്പയർ ചെയ്യാനുള്ള ചോദ്യം ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് പഠിക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് കുറച്ച് ഐറ്റംസ് തരും. ഇപ്പോൾ സൺട്രി ഡെപ്റ്റേഴ്സ്, അതേപോലെ തന്നെ ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഐറ്റംസ് തന്നിട്ട് അഡ്ജസ്റ്റ്മെൻറ്റും തരും. ഇത് ഫർദർ ബാഡ് ഡെപ്റ്റ് ഉണ്ട്, ന്യൂ പ്രൊവിഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കും. അത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ബാലൻസ് ഷീറ്റിലും എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യും എന്നുള്ള, അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റിൽ കുറച്ച് ഐറ്റംസ് തന്നിട്ട്, ഫൈനൽ ട്രയൽ ബാലൻസിലെ കുറച്ച് ഐറ്റമും അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും തന്നിട്ട് ഇതെങ്ങനെയാണ് ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ പ്ലസ് ബാലൻസ് ഷീറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളതും ആ ഒരു ഏരിയ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. അതെങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് അതൊക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെറിയ ഏരിയ ആയിട്ട് ഇത് വരുമ്പോൾ, അതായത് നമ്മൾ എസ്സേ ചെയ്യാനുള്ള പഠിച്ചത് ചെറിയ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി പോകണം. ഒന്നുമില്ല, സാധാരണ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതേപോലെ ചെയ്തു പോയാൽ മതി. പിന്നെ വൺ വേർഡുകളെല്ലാം ക്ലിയർ ആക്കുക. 18 മാർക്കാണ് നമുക്ക് ഇതിനകത്ത് പാസ്സാവാൻ വേണ്ടത്, അത് ശ്രദ്ധിക്കുക. 18 മാർക്സ് 60-ലുള്ള എക്സാമിനേഷൻ ആണെങ്കിൽ 18 മാർക്കാണ് നിങ്ങൾക്ക് പാസ്സാവാൻ വേണ്ടത്. 80 മാർക്കിനുള്ള ചോദ്യപേപ്പർ ആണെങ്കിൽ AFSകാർക്ക് 80 മാർക്കിനുള്ള ചോദ്യപേപ്പറാണ്. അങ്ങനെ ഉള്ളവർക്ക് 24 മാർക്ക് വേണം പാസ്സാകാൻ. അപ്പം മാർക്കിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും. 60 മാർക്കുള്ള CAക്കാരാണെങ്കിൽ 60 മാർക്കിൽ 18 മാർക്ക് വേണം. ഈ 18 മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുമില്ല. 7 മാർക്ക് നിങ്ങൾക്ക് വൺ വേർഡ് കിട്ടും. പിന്നെ ആ 2 എസ്സേ, 6 മാർക്കിൻ്റെ 2 എസ്സേ കിട്ടിയാൽ തന്നെ നിങ്ങൾ പാസ്സായി. 6 6 12 7 19 മാർക്കായി നിങ്ങൾ പാസ്സായി. അതിൻ്റെ ഇടയിലുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാതെ തന്നെ നിങ്ങൾ പാസ്സാവും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ ഇപ്പം തന്നെ പഠിച്ചു വെക്കുക. ഡബിൾ കോളം പഠിച്ചു വെക്കുക. ജേണൽ എൻട്രി എഴുതാനുള്ള ക്വസ്റ്റ്യൻ അന്നേക്കാം 3 ചോദ്യത്തിൽ 2 നിങ്ങൾ അറ്റൻഡ് ചെയ്യണം, 2 എസ്സേ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അതിൽ നിങ്ങൾ 6 എണ്ണം പിടിച്ചാൽ അത് പിന്നെ വൺ വേർഡും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സാകണം. അപ്പോൾ ഇതിൽ ഫെയിൽഡ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ ഞാൻ പറഞ്ഞ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ, പിന്നെ അതേപോലെ തന്നെ എന്താണ് ഈ BRSൻ്റെ ഡിഫറൻസ് വരുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ജേണൽ പ്രോപ്പർലി ട്രാൻസാക്ഷൻസ്, ഇത് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ആ ഏരിയ കൂടുതലായിട്ട് നോക്കി വെക്കുക. ഈ പറയുന്ന പർച്ചേസ് ഡേ ബുക്കും സെയിൽ ഡേ ബുക്കും കഴിഞ്ഞ മോഡലിന് ചോദിച്ചിരിക്കുന്നത് റിട്ടേൺ ബുക്കുകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പല പിള്ളേർക്കും കൺഫ്യൂസ്ഡ് ആയി. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് തന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ തന്നിട്ട് അതിൽ പർച്ചേസ് ഡേ ബുക്കും സെയിൽ ഡേ ബുക്കും പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ട് അതിലുള്ള എല്ലാ ഐറ്റംസും എടുത്തിട്ട് പർച്ചേസ് ഡേ ബുക്കും സെയിൽ ഡേ ബുക്കും ഉണ്ടാക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. പർച്ചേസ് റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് മാത്രമേ പർച്ചേസ് റിട്ടേണിൽ എടുക്കാവുള്ളൂ. സെയിൽ റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് മാത്രമേ സെയിൽ റിട്ടേൺ ബുക്കിൽ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം, ഇനിയും പ്രതീക്ഷിക്കാം. അത് മേ ബി പർച്ചേസ് ബുക്കും സെയിൽ ബുക്കും ആയിരിക്കാം ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഏരിയ ക്ലിയർ ആക്കുക. ക്യാഷ് ബുക്ക്, പർച്ചേസ് ബുക്ക്, സെയിൽ ബുക്ക്, പിന്നെ ജേണൽ പ്രോപ്പർ. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഒന്നും ലീവ് ചെയ്യാനില്ല. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2 കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് കുറച്ച് തിയറി വരുന്നുണ്ട് അല്ലേ. ഡിഫൈൻ അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ കുറച്ച് ടേംസ് വരുന്നുണ്ടല്ലോ അല്ലേ. ടേംസ് റിലേറ്റഡ് ടു അക്കൗണ്ടിങ്, ബിസിനസ് ടേംസ്, അതൊന്നും നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. പിന്നെ ചെറിയ ടേംസ്, അക്രൂവൽ, ബേസിസ് ഓഫ് അക്കൗണ്ടിങ്, സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിങ് അല്ലേ, ഡബിൾ എൻട്രി, സിംഗിൾ എൻട്രി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. GSTൻ്റെ എൻട്രി നന്നായിട്ട് പഠിച്ചു വെക്കണം. GSTൻ്റെ എൻട്രി, പർച്ചേസ് വരുമ്പോൾ ഇൻപുട്ട് ടാക്സും സെയിൽ വരുമ്പോൾ ഔട്ട്പുട്ട് ടാക്സും ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. പർച്ചേസ് എവിടെയാണ് നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യുന്നത്, അപ്പോൾ ഇൻപുട്ട് ടാക്സും ഡെബിറ്റ് ചെയ്യാം. സെയിൽ ചെയ്യുമ്പോൾ സെയിൽ ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്, അപ്പോൾ ഔട്ട്പുട്ട് ടാക്സും ക്രെഡിറ്റ് ചെയ്യുക. ഇത്രയുള്ള സംഗതി. ഇനി പേയ്മെൻറ്റ് വരുമ്പോഴെല്ലാം ഇൻപുട്ട് ടാക്സും അതുപോലെ തന്നെ റെസിപ്റ്റ് വരുമ്പോൾ ഔട്ട്പുട്ട് ടാക്സ് ആണ് വരിക. ഈ ഒരു ഷോർട്ട് കട്ട് നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് സിമ്പിളായിട്ട് എഴുതി പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ GSTൻ്റെ എൻട്രി പക്കയാക്കി വെക്കുക. അത് അക്കൗണ്ടിങ് ഇക്വേഷനാണ്. അക്കൗണ്ടിങ് ഇക്വേഷൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഏരിയയിൽ കൂടുതൽ ഇരിക്കേണ്ട. അക്കൗണ്ടിങ് ഇക്വേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന ഓണേഴ്സ് ഇക്വിറ്റി കണ്ടുപിടിക്കാൻ ക്രിസ്മസ് എക്സാമിനും ചോദിച്ചു, മോഡൽ എക്സാമിനും ചോദിച്ചു അല്ലേ. ഓണേഴ്സ് ഇക്വിറ്റി, അതാണ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യം. അപ്പോൾ അതിന് നമുക്ക് ഇക്വേഷൻ അറിയണം. പല പിള്ളേർക്കും അത് കൺഫ്യൂസ്ഡ് ആയി, അതെന്താണെന്ന് പോലും അറിയത്തില്ല. ഓണേഴ്സ് ഇക്വിറ്റി ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പം ഈ പറയുന്ന ക്യാപിറ്റലാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? അസറ്റ് മൈനസ് ലാബിലിറ്റി. അസറ്റിൽ നിന്ന് എക്സ്റ്റേണൽ ലാബിലിറ്റി അഥവാ ലാബിലിറ്റി കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ക്യാപിറ്റൽ. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഏതൊക്കെയാണ് അസറ്റ് ഏതൊക്കെയാണ് ലാബിലിറ്റി എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള മിനിമം ബോധം വേണം. അതിൽ നിന്നും കുറച്ച് കഴിഞ്ഞാൽ ടോട്ടൽ അസറ്റിൽ നിന്നും
എക്സ്റ്റേണൽ ലയബിലിറ്റീസ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഓണേഴ്സ് ഇക്വിറ്റി അഥവാ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അതും ക്ലിയർ ആക്കി വെക്കുക. അപ്പോൾ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും നോക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, അത് അക്കൗണ്ട് ഇക്വേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണത്. ഇനി അക്കൗണ്ട് ഇക്വേഷൻ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്യാതിരിക്കുക, അത് വിടുക. നമുക്ക് അത്രയും ബുദ്ധിമുട്ടുള്ള ഏരിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വിടുക. കൂടുതലും മാർക്ക് സ്കോർ ചെയ്യുന്ന അല്ലെങ്കിൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് എടുത്തിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഓവർ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്കത് ഒഴിവാക്കാം. ബാക്കിയുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ ഓവർ ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. എല്ലാ സെക്ഷൻസിലും നമുക്ക് ഓവർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് അത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാത്ത ഏരിയ സ്കിപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ പല പിള്ളേർക്കും ബുദ്ധിമുട്ടുള്ള ഏരിയയാണ് ഡിപ്രീസിയേഷൻ. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഏരിയ ഡിപ്രീസിയേഷൻ തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. അപ്പം ഡിപ്രീസിയേഷൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഏരിയ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡിഫിക്കൽട്ട് അത്രയും പറ്റാത്ത ഏരിയ നമ്മൾ ഇനി നിങ്ങളതിൽ സമയം ചിലവാക്കരുത്, അത് വിട്ടേക്കുക. നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുള്ള ഈസിയാണെന്ന് തോന്നിയ ഏരിയ തന്നെ വീണ്ടും ആ ചാപ്റ്റേഴ്സ് തന്നെ വീണ്ടും എടുത്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് ഒരു പ്രശ്നമില്ലാതെ ഇതിൽ നിന്നും പാസ്സായി പോകാനതേ ഉള്ളൂ. ഒരു കുഴപ്പമില്ല, നല്ല മാർക്ക് തന്നെ മേടിക്കാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഡിപ്രീസിയേഷൻ നോക്കി വെക്കുക. ഡിപ്രീസിയേഷൻ്റെ എൻട്രിയാണ് മോഡൽ എക്സാമിന് ചോദിച്ചത്. ഇപ്രാവശ്യം അക്കൗണ്ട് വരയ്ക്കാനായിരിക്കും, അതായത് ഒരു മിഷനറി അക്കൗണ്ട് വരയ്ക്കാനായിരിക്കും. അപ്പോൾ ആ ഏരിയ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വരയ്ക്കാൻ വരുന്നത്. അതേപോലെ തന്നെ അതിൽ തിയറി ഉണ്ട്. ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ആൻഡ് റിസർവ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പ്രൊവിഷനും റിസർവും തമ്മിലുള്ള വ്യത്യാസം പഠിക്കണം. ഡിപ്രീസിയേഷൻ്റെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്, അതിൻ്റെ ഡിഫറൻസ് പഠിക്കണം. അതേപോലെ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസും സ്ട്രെയിറ്റ് ലൈനും ഡിമിനിഷിംഗ് നമ്മൾ കൃത്യമായിട്ടൊന്നും പഠിച്ചു വെച്ചോ, അതെന്താണെന്നുള്ളത് അതിൻ്റെ ഇൻഡെപ്ത് നോളേജ് ആവശ്യമാണ്. അതുപോലെ തന്നെ ആ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത് ഡിപ്ലീഷൻ, അമോർട്ടൈസേഷൻ, ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടേംസിലാണ്. ഡിപ്രീസിയേഷനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേംസ് ഉണ്ട് അല്ലേ, അമോർട്ടൈസേഷൻ, അതേപോലെ തന്നെ ഡിപ്ലീഷൻ, അതും ഒന്ന് നോക്കി വെക്കുക. വൺ വേർഡ് ആയിട്ട് ചോദിക്കും. പിന്നെ അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത് ഈ എക്സ്റ്റേണൽ യൂസേഴ്സ്, അത് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇൻറ്റേർണൽ യൂസേഴ്സ് ആരൊക്കെയാണ് മേ ബി നമുക്ക് പറയാൻ പറ്റില്ല. എന്താണെങ്കിലും അത് ആ ഒരു ഏരിയ നിങ്ങൾ നോക്കി വെക്കുക. നമുക്കൊരു ഏകദേശം ഒരു കോമൺ സെൻസ് ആണ്. നമുക്കിത് അക്കൗണ്ടൻസി ഒരിക്കലും കാണാപ്പാടം പഠിക്കാൻ പറ്റില്ല, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അക്കൗണ്ടൻസി ഒരു കാരണവശാലും നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന ഞാൻ ഇരുന്ന വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കാരണം ഏതൊക്കെ പഠിക്കേണ്ടതെന്ന് മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. ഇത് നിങ്ങൾ തന്നെ ഇരുന്നിട്ട് നോട്ട്ബുക്കിൽ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ PYQ എടുക്കുക, അത് വർക്ക് ചെയ്ത് സോൾവ് ചെയ്ത് പഠിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വീഡിയോ കണ്ടു എന്ന് വിചാരിച്ചു അക്കൗണ്ടൻസി നമുക്ക് ഒരിക്കലും ക്ലിയർ ചെയ്യാൻ പറ്റില്ല. വീഡിയോ കാണുമ്പോൾ അത് ആ ടീച്ചേഴ്സ് ചെയ്യുമ്പോൾ വളരെ എന്താ പറയുക സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ നിങ്ങൾ മെനക്കെട്ടാലേ നിങ്ങൾ വർക്ക് ചെയ്താലേ ഇത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. വർക്ക് ചെയ്യണം. മാത്സ് പോലെ തന്നെയാണ്, നമ്മൾ മാത്സ് എക്കണോമിക്സ് ഒക്കെ പറയുന്ന പോലെ തന്നെ, സ്റ്റാറ്റിറ്റിക്സ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമുക്കിത് ചെയ്താലേ നിങ്ങൾ തന്നെ പേപ്പറും പേനയും എടുത്ത് കാണുമ്പോൾ എല്ലാം ഈസി ആയിരിക്കും, ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയുക. അതുകൊണ്ടാണ് നിങ്ങൾ എക്സാം എഴുതുമ്പോൾ മാർക്ക് കിട്ടാത്തത്. സോ ഇത് എഴുതി ചെയ്ത് പഠിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. CA ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. CA പഠിക്കുന്നവർ AFSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെയ്ത് നോക്കാം. AFS പഠിക്കുന്നവർ CA ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവും. CA പഠിക്കുന്നവർക്ക് AFSന് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്, അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. AFSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അത്യാവശ്യം എളുപ്പമുള്ള ഏരിയാസാണ്. അപ്പം AFSകാർ എന്ത് ചെയ്യുക, CAൻ്റെയും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ രണ്ട് കൂട്ടരും അടിപൊളിയായിട്ട് പഠിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇനി എന്തെങ്കിലും ഏരിയാസ്, റെക്ടിഫിക്കേഷൻ, അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി, പിന്നെ ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ, BRS പ്രിപ്പയർ ചെയ്യാൻ, ഡിപ്രീസിയേഷൻ അക്കൗണ്ട്, ഏതെങ്കിലും ഏരിയ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാം അവൈലബിൾ ആണ് അല്ലേ, എല്ലാ വീഡിയോസും നിങ്ങൾക്കുണ്ട്. ഇനി ഏതെങ്കിലും ഏരിയ എന്തെങ്കിലും ടിപ്സോ ട്രിക്സോ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനോ ഒക്കെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഞാൻ അത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അതിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമേ ഉള്ളൂ. നിങ്ങൾ പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.